ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ റെസിപ്പി ആയിട്ടുള്ള ചിക്കൻ ചുക്കിയാണ്. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചിക്കൻ ചുക്ക തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ അതിനായിട്ടൊരു 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്ന് പറയുന്നത് സവാള വറുത്തതാണ്. സവാള ഇതുപോലെ വറുത്തെടുത്തതാണ്. ഞാനൊരു 4 മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ വറുത്തെടുത്ത് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ല സവാള ചേർക്കുന്നത്, ഇതുപോലെ വറുത്തതിന് ശേഷമാണ് ചേർക്കുന്നത്. അപ്പോൾ കളറും നമുക്ക് ഒരു ചിക്കൻ്റെ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡാർക്ക് ബ്രൗൺ കളറിലൊരു ഗ്രേവി ആയിരിക്കും നമുക്ക് കിട്ടുക. നമുക്കിത് ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഈ ചിക്കനിലേക്ക് നമ്മൾ മല്ലിപ്പൊടി യൂസ് ചെയ്യുന്നില്ല, ബാക്കിയുള്ള പൊടികളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്, പിന്നെ മുളക് പൊടി, പിന്നെ ഇത് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ നമ്മൾ ഗരം മസാല, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കുരുമുളക് 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഗരം മസാല 1.5 സ്പൂണാണ് എടുത്തിരിക്കുന്നത്, ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്, 2 സ്പൂൺ മുളക് പൊടി. ഇനി നമുക്കൊരു 1.5 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ഏത് പാത്രത്തിലാണോ വയ്ക്കുന്നത് ആ പാത്രത്തിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി വേറെ ഇതിനകത്തേക്ക് ചേർക്കാനൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതായിപ്പോൾ നമ്മൾ ചിക്കൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ചട്ടിക്കകത്താണ്. അപ്പോൾ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്കൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ചിക്കനിൽ നേരത്തെ വെളിച്ചെണ്ണ ചേർത്ത് മിക്സ് ചെയ്തെടുത്താണ്. എന്നാലും ഞാനൊരു 2 സ്പൂൺ അടിക്ക് പിടിക്കാതിരിക്കാൻ 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ചിക്കൻ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങിക്കോളും, അതിനകത്ത് തന്നെ ഇരുന്ന് വെന്തോളും. നമുക്കിത് സിമ്മിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം, അടുക്കി പിടിക്കാതിരിക്കാൻ. അങ്ങനെ ഒരു ഡാർക്ക് ബ്രൗൺ കളറാകുമ്പോൾ ചിക്കൻ ഏകദേശം റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതായിപ്പോൾ നമ്മൾ ചിക്കൻ റെഡിയാകാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഗ്രേവി എല്ലാം നല്ലതുപോലെ വന്നിട്ടുണ്ട്. നമ്മളൊരു ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തതല്ല, എന്നാൽ അത്യാവശ്യത്തിന് ഗ്രേവി എല്ലാം ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. നല്ല തിക്കായിട്ട് വേണം നമുക്ക് ഈ ഒരു ചിക്കൻ ചുക്ക കിട്ടാനായിട്ട്. അപ്പോൾ ഒന്ന് നല്ലപോലെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മൾ ആ ഉദ്ദേശിച്ച ഡാർക്ക് ബ്രൗൺ കളർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് റെഡി ആവട്ടെ. ഇപ്പോൾ നമ്മൾ ചിക്കൻ റെഡിയാകാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
ഗ്രേവി എല്ലാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റേജിൽ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അതെല്ലാം കുറച്ചും കൂടി ഒന്ന് പരണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഗ്രേവി വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കും നല്ല ചൂട് പൊറോട്ടയുടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും ഈ ഒരു ഗ്രേവിയും ഈ ഒരു കറിയും എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഒരു തിക്കാവണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടി ഞാനൊന്ന് തിക്കാക്കാൻ പോവുകയാണ്, ഒന്ന് പരണ്ടിരിക്കുന്ന രീതിക്ക്. അപ്പോൾ ഒന്ന് റെഡി ആവട്ടെ. ഇതിപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. ഗ്രേവി എല്ലാം നല്ല തിക്കായി വന്നിട്ടുണ്ട്. പിന്നെ എണ്ണ എല്ലാം നല്ലതുപോലെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം മുകളിലായിട്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതായിപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി ചിക്കൻ വാങ്ങുമ്പോൾ ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.